മുനമ്പം വിഷയത്തിൽ യു.ഡി.എഫിൽ ഭിന്നത രൂക്ഷം. മുനമ്പത്തേത് വഖഫ് അല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് ലീഗ് നേതൃത്വം. വിഷയത്തിൽ മുസ്ലിം ലീഗിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. പ്രശ്നം പരിഹരിക്കേണ്ടത് സർക്കാരെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതോടൊപ്പം തന്നെ സംസ്ഥയിലെ ലീഗ് അനുകൂലികൾ ഇന്ന് പാണക്കാട്ട് യോഗം ചേർന്ന് വൈകിട്ടത്തെ സമവായ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ലീഗ് വിരുദ്ധർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സമവായ ചർച്ച ഞാൻ കുഞ്ഞാലി സാഹിബ്, ജിഫ്രി തങ്ങൾ, MT ഉസ്താദ് ഇവരൊക്കെ കൂടി വിളിച്ചു ചേർത്ത മീറ്റിങ്ങാണ്. ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഒരു അന്തിമ തീരുമാനം വരണം. ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സമയത്ത് നടക്കും, സമയമായ ചർച്ച നടക്കും. ഇല്ല, അങ്ങനെ ഉള്ള വിവരം ഞങ്ങൾക്കില്ല. മീഡിയയിലൊക്കെ കണ്ടു എന്നല്ലാതെ. പക്ഷേ മീറ്റിംഗ് നടക്കും. ഇപ്പോൾ ജിഫ്രി തങ്ങളുമായിട്ടൊക്കെ ഇപ്പോൾ ബന്ധപ്പെട്ടു. അപ്പോൾ മീറ്റിംഗ് നടക്കും. അത് നേതൃത്വം മീറ്റിംഗ് വിളിക്കുമ്പോൾ നേതൃത്വത്തിന് തീരുമാനം ഉണ്ടാവും ആരൊക്കെ പങ്കെടുപ്പിക്കണമെന്ന്. അപ്പോൾ ആ നിലയ്ക്ക് വിളിക്കും. അപ്പോൾ അതിൽ വരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. വരാതിരിക്കുമ്പോൾ അത് ഒരു ധിക്കാരായിട്ട് തന്നെയാണ് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലീഗ് നേതൃത്വത്തിന്റെ സാദിഖ് അലി തങ്ങളുടെയും പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെയും സമസ്ത വിഷയത്തിലുള്ള പ്രതികരണമാണ് കേട്ടത്. പക്ഷേ ഇനി പ്രതികരണം കേൾക്കേണ്ടത് മുനമ്പം വിഷയത്തിലുള്ളതാണ്. ഇപ്പോൾ സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, നിലവിൽ മുനമ്പം വിഷയത്തിൽ യു.ഡി.എഫിൽ വലിയ തരത്തിലുള്ള ഭിന്നത രൂക്ഷമാകുന്നുണ്ട്. വി.ഡി. സതീശൻ പറഞ്ഞത് മുനമ്പത്തേത് വഖഫ് അല്ല. ഇന്നലെ ലീഗ് നേതാവ് KM ഷാജി പറഞ്ഞു മുനമ്പത്തേത് വഖഫ് തന്നെ. ഇന്ന് ലീഗ് നേതൃത്വം അക്കാര്യം ഉറപ്പിക്കുകയാണ്. എന്താണ് ലീഗ് വല്ലാത്ത വെട്ടിലായിട്ടുണ്ടല്ലോ ഈ വിഷയത്തിൽ യു.ഡി.എഫിനുള്ളിൽ തന്നെ? സിജു, മുസ്ലിം ലീഗ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലീഗിൽ രണ്ടഭിപ്രായമില്ല എന്നാണ് ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ സാദിഖ് അലി ശിഹാബ് തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത്. അതേ സമയം ഓരോരുത്തർ അവരുടെ പ്രസംഗത്തിൻ്റെ ശൈലിക്കനുസരിച്ച് ഓരോന്ന് വിളിച്ചു പറയും. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നത ഇല്ല. മുസ്ലിം സംഘടനകളുടെ യോഗത്തിന് ശേഷം അത് വഖഫ് ഭൂമിയല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഏതാണ്ട് KM ഷാജി ഇന്നലെ പറഞ്ഞതിന് തുല്യമായ ഒരു പ്രസ്താവന തന്നെയാണ് അത്. അതേസമയം വി.ഡി. സതീശൻ ഇത് ആവർത്തിച്ച് പറയുന്നത്, ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചതുമില്ല. മുസ്ലിം സംഘടനകൾ ആരും ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന വിശദീകരണമാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി നൽകുന്നത്. അതേസമയം ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന ചർച്ച തന്നെ നടത്തേണ്ടതില്ല. അത്തരമൊരു ചർച്ചയുടെ ആവശ്യകതയില്ല. അവിടെ നിന്ന് ഒരാളെയും കുടിയിറക്കാൻ പാടില്ല എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. അതനുസരിച്ചുള്ള ചർച്ചകൾക്കാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത് എന്നാണ് നേതാക്കൾ അറിയിച്ചത്. ഇതിൽ സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്. സർക്കാരിൻ്റെ തീരുമാനം വൈകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അനാവശ്യ ചർച്ചകൾക്ക് ഇടം നൽകുന്നത് എന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറയുകയുണ്ടായി. ഏതായാലും മുനമ്പം വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടല്ല മുസ്ലിം ലീഗിനോ അതല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾക്കോ ഉള്ളത് എന്നാണ് ഇന്ന് മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കിയത്. നേരത്തെ ഈ സാദിഖ് അലി തങ്ങൾ പറഞ്ഞ ഒരു കാര്യം, ഓരോരുത്തർ പ്രസംഗത്തിൽ ഓരോന്ന് പറയുന്നതല്ല കാര്യമെന്ന് പറയും. ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞത് വി.ഡി. സതീശനെ ഉദ്ദേശിച്ച് തന്നെയല്ലേ? അല്ല, അത് KM ഷാജിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് അങ്ങനെ ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. KM ഷാജി ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കൾ ഇതിലൊരു വ്യക്തമായ ഒരു സമീപനം എടുത്തിരുന്നില്ല. പ്രത്യേകിച്ച് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് നേതാക്കൾ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇത് വഖഫ് ഭൂമി അല്ല എന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഈ മുസ്ലിം സംഘടനകളുടെ യോഗത്തിന് ശേഷം അത് വഖഫ് ഭൂമി അല്ല എന്ന് മുസ്ലിം ലീഗ് നേതാക്കളോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികളോ ആരും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി വിശദീകരിക്കുന്നത്. വി.ഡി. സതീശൻ്റെ പ്രസ്താവനയ്ക്ക് പി.കെ. കുഞ്ഞാലിക്കുട്ടി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഈ ലീഗ് അതിൽ തന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്, സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് കാര്യം തന്നെയാണ്. അതായത് ലീഗിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല, പക്ഷേ യു.ഡി.എഫിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതാണ് ഇനി ഉയർന്നു വരുന്ന പ്രശ്നവും. തീർച്ചയായും. പക്ഷേ ആ ഒരു വിഭാഗീയതയെക്കുറിച്ച്, ആ ഒരു ആശയക്കുഴപ്പത്തെക്കുറിച്ച് ലീഗ് നേതാക്കൾ ആരും തന്നെ, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും പ്രതികരിച്ചില്ല എന്നതാണ്. ആ ചോദ്യത്തിന് പറയുന്ന മറുപടി, അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. അവിടെ നിന്ന് ആളുകളെ കുടിയിറക്കരുത്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, അനാവശ്യ ചർച്ചകളിലേക്ക് പോകരുത് എന്നാണ്. അത് വഖഫ് ഭൂമിയാണെങ്കിലും അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയം ഉണ്ടാകരുത് എന്നൊരു നിലപാട് മുസ്ലിം ലീഗ് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം
ചർച്ചകൾക്കില്ല എന്ന ഒരു മറുപടിയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഈ കെ എം ഷാജിയുടെ പ്രസംഗം വലിയ തലവേദന മുസ്ലിം ലീഗിന് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞത് അത് ഏതെങ്കിലും തരത്തിൽ എതിർ വിഭാഗത്തിന് അല്ലെങ്കിൽ അത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ ഉപയോഗപ്പെടും എന്ന തരത്തിൽ ഒരാശയക്കുഴപ്പം മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളുമെല്ലാം കെ എം ഷാജിയെ പൂർണ്ണമായി തള്ളുകയാണ്. അതൊരു പ്രസംഗത്തിൻ്റെ ശൈലിക്കനുസരിച്ച് പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് വഖഫ് ഭൂമി അല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നും രണ്ട് നേതാക്കളും ഇന്ന് ആവർത്തിച്ച് പറയുകയും സ്വാലിഹ് ഇതിനകത്ത് വളരെ കൃത്യമായി ഒരു ചോദ്യമാണ്, മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ള പ്രശ്നമാണ്. അതിൽ ലീഗിന് കൃത്യമായ മറുപടി ഉണ്ടോ? അവിടെ ഒരു അഴകുഴമ്പൻ നിലപാട് ലീഗ് ഇന്നും എടുത്തിട്ടുണ്ട്. സിജു, ഈ വിഷയത്തിൽ ഇത് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്നാണ് മുസ്ലിം ലീഗ് എടുത്ത നിലപാട്. മുസ്ലിം ലീഗ് കഴിഞ്ഞ ചർച്ചകളിലെല്ലാം തന്നെ ഈ ഒരു നിലപാട് ആവർത്തിച്ച് പറയുകയാണ് ചെയ്തിരുന്നത്. പകരം അവിടെയുള്ള ആളുകളുടെ ആശങ്ക അകറ്റണം, അവിടെ നിന്ന് ഒരാളെ പോലും കുടിയിറക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന ഒരു രാഷ്ട്രീയ നിലപാട് മുസ്ലിം ലീഗ് ഇതിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് മുസ്ലിം ലീഗ് ഒട്ട് പറഞ്ഞിട്ടുമില്ല. അതാണ് നേരത്തെ ഇന്നലെ കെ എം ഷാജിയൊക്കെ ഈ ഇതിൻ്റെ ഉടമകളെ, ഈ പ്രത്യേകിച്ച് ഫറൂഖ് കോളേജ് അധികൃതരെ പോലും പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇത് വഖഫ് ഭൂമിയാണ് എന്ന ഒരു നിലപാട് പൊതുവിൽ മുസ്ലിം ലീഗിനുണ്ട്. എന്നാൽ അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട, അത് ഇത്തരത്തിലുള്ള വർഗീയ ചേരിതിരിവിന് ഇടയാക്കും. ആ ചർച്ചയ്ക്ക് പ്രസക്തിയുമില്ല. ഈ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കുകയാണ് വേണ്ടത്. അതിന് സർക്കാർ മുൻകൈ എടുക്കണം. സർക്കാരിന്റെ കോർട്ടിൽ കൊണ്ടിട്ടിരിക്കുകയാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം. ഒപ്പം തന്നെ സ്വാലിഹ്, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മറ്റൊരു യോഗം അവിടെ നടന്നിരുന്നു. പാണക്കാട്ട് ലീഗ് അനുകൂലികൾ, സമസ്തയിലെ ലീഗ് അനുകൂലികൾ യോഗം ചേർന്നിരുന്നല്ലോ. പക്ഷേ ലീഗ് വിരുദ്ധർ ഇന്ന് വൈകിട്ട് നടക്കുന്ന സമാജ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന നിലപാടും എടുത്തിട്ടുണ്ട്. വളരെ ചുരുക്കി അതിനെക്കുറിച്ച് കൂടി. സിജു, ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് മലപ്പുറത്ത് ഇങ്ങനെ ഒരു സമവായ ചർച്ച ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ, സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഒപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി, കൊയ്യോട് ഉമർ മുസ്ലിയാർ, എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്നിവരടങ്ങുന്ന 5 അംഗ മധ്യസ്ഥ സംഘത്തെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ലീഗ് വിരുദ്ധർ പങ്കെടുക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ലീഗ് അനുകൂലികൾ രാവിലെ തന്നെ പാണക്കാട് എത്തുകയും ഇത്തരത്തിലൊരു ചർച്ച നടത്തുകയും ചെയ്തത്. തീരുമാനിച്ചത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് നേതാക്കളുടെ തീരുമാനം. അതേസമയം ഈ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ധിക്കാരപരമായ സമീപനമായിരിക്കും. സമസ്ത നേതാക്കൾ അങ്ങനെ ചെയ്യില്ല എന്ന ഒരു കാര്യം കൂടി ഇന്ന് സാദിഖ് അലി തങ്ങൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിശദീകരിക്കുകയുണ്ടായി. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.